ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ആം ആദ്മി പ്രവർത്തകരെയും നാട്ടുകാരെയും. ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ശ്രീ ജോയ് കാരിക്കൽ നമ്മുടെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിനെ പറ്റിയും അതിന്റെ ആവശ്യകതയെ പറ്റിയും അത് ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളതിനെ പറ്റിയും ചെറുതായിട്ട് സൂചിപ്പിച്ചു. ഈ സമരം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തനം കൂടി 2 ദിവസം മുമ്പ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വന്ന് ഒരു റിയൽ സ്ഥിതി കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നു. ഇവരോട് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 13 ഐറ്റങ്ങളിൽ 2 ഐറ്റം മല്ലിയും വെളിച്ചെണ്ണയും മാത്രമേ അതിനകത്ത് സബ്സിഡി ഐറ്റം ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. അതുകൂടാതെ അവരുടെ ഇപ്പോൾ നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന കുറെ ഐറ്റങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ വില നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ MRP നിന്നും 3 മുതൽ 5% വരെ താഴ്ത്തി വെച്ചിരിക്കുന്ന കുറെ ഐറ്റങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ മാർക്കറ്റിൽ ഇപ്പം റിലയൻസിലും അതുപോലുള്ള ഔട്ട്ലെറ്റുകളിലെല്ലാം അതിൽ കുറഞ്ഞ് വിലയ്ക്ക് ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ ആരാണ് വരുന്നത്? ആരും വരത്തില്ല. ഇന്നിവിടെ ഈ ധർണയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അതിനകത്ത് കയറി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി 2 ഐറ്റം എന്ന് പറയുന്ന വെളിച്ചെണ്ണയും മല്ലിയും ഉണ്ടായിരുന്നതിൽ മല്ലി തീർന്നു പോയി. ഇനി സബ്സിഡി ഐറ്റത്തിലുള്ള ഒരേ ഒരു ഐറ്റം വെളിച്ചെണ്ണ മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ 8 സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. പച്ച യൂണിഫോമിൽ 8 പേര്. അവരെ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ സ്റ്റാഫ് എന്ന് പറയുന്ന അവരെല്ലാവരും ഡെയിലി വേജ് ഏണേഴ്സ് ആണ്. ഡെയിലി വേജസ് ആണ് അവരുടെ വരുമാനം. അപ്പൊ അവരുടെ ശമ്പളം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു സ്റ്റാർട്ടിംഗ് ഒരു ഭയങ്കര ഇൻഫർമേഷൻ തന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 540 രൂപയാണ് ഒരു ദിവസത്തെ അവരുടെ വേതനം. പക്ഷേ ഇവിടുത്തെ സെയിലിന്റെ അനുസരിച്ച് മാത്രമേ അവർക്ക് വേതനം കിട്ടുകയുള്ളൂ. അതായത് 30 ലക്ഷം രൂപ ഒരു മാസം ഇവിടെ സെയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഡെയിലി വേജസ് ഉള്ള 540 രൂപ കിട്ടുകയുള്ളൂ. ഞാൻ അന്വേഷിച്ചു. ഇപ്പോഴത്തെ അവരുടെ സെയിൽ എന്ന് പറയുന്നത് 25 മുതൽ 30,000 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനമല്ല ചെലവ്, എന്താ പറയുന്നത്, സെയിൽ. അപ്പോ അത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം എത്ര ഉണ്ടാവുമെന്നും അതനുസരിച്ച് അവർക്ക് എത്ര രൂപ ശമ്പളമായിട്ട് കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറെ ദിവസങ്ങളായിട്ട് അവർക്ക് വരുമാനം ഒന്നുമില്ല. ഡെയിലി വേജ് ഏണേഴ്സിനാണ്. കാരണം അവിടുത്തെ സെയിൽ തീരെ കുറവായതുകൊണ്ട് അവർക്ക് വരുമാനമില്ല. അപ്പോ സാധാരണക്കാർക്ക് കൊടുക്കാൻ സാധനമില്ല എന്നുള്ളതിനുപരി അതിനകത്ത് സർവീസിലിരിക്കുന്ന ഈരാറ്റുപേട്ടയും അതിനപ്പുറത്തുള്ള സ്ഥലത്തുകളിൽ നിന്നൊക്കെ ഡെയിലി ഇവിടെ ബസ്സിൽ കയറി വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന അവർക്ക് ഡെയിലി ഏണിങ്ങിന് പോലുമുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ സപ്ലൈകോയ്ക്ക് ഉള്ളത്. അവരെന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്? നാട്ടുകാരെ വിഡ്ഢിയാക്കാൻ വേണ്ടി കുറെ സബ്സിഡി ഐറ്റത്തിന്റെ പേര് പറയുകയും ഒരു സാധനം പോലും കൊടുക്കാതിരിക്കുകയും മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഈ സ്ഥിതി വിശേഷം ഉടലെടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിനെതിരെ ആരും ശബ്ദമുയർത്തുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഇവരുടെ കൂട്ടത്തിലുള്ള യൂണിയനുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിയോ ഇവരാരും ഇതിനകത്ത് ഒരു ശബ്ദമുയർത്തുന്നില്ല. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറംചെയ്യുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കാം. എനിവേ, ഈ കെടുകാര്യസ്ഥതയ്ക്ക് എതിരായിട്ട് ആം ആദ്മി പാർട്ടി ശബ്ദമുയർത്തുകയാണ്. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ധർണ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ മറ്റ് സഹപ്രവർത്തകരെ ഇതിനെ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു.